നമസ്കാരം. പാകിസ്ഥാനിൽ മറ്റൊരു ലഷ്കർ ഭീകരൻ കൂടി ഇന്ന് അജ്ഞാതന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അജ്ഞാതരുടെ ആക്രമണം പാകിസ്ഥാനിൽ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും അജ്ഞാതൻ ലക്ഷ്യമിടുന്നതാകട്ടെ ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരന്മാരെയും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ലഷ്കറിനെ ഇങ്ങനെ ലക്ഷ്യമിടുന്നത്? കാര്യം വളരെ വ്യക്തമല്ലേ. ലഷ്കറാണ് ഏറ്റവും വ്യവസ്ഥാപിതമായിട്ട്, ഏറ്റവും സംഘടിതമായിട്ട്, ഏറ്റവും തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ സ്വഭാവമുള്ള പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ. കുമാറെ, ഈ ഹാഫിസ് സയ്യിദിനെയാണ് ലക്ഷ്യം വെച്ചതെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ, 2015 ഒരു നീരജ് പാണ്ഡെയുടെ ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ബേബി എന്നാണ് പേര്. അക്ഷയ് കുമാറും താപസി പന്നും ഒക്കെയുള്ള ഒരു സിനിമയാണ്. അതുപോലെ ആ സിനിമയിൽ കാണിക്കുന്നത് ഈ 2008 മുംബൈ ആക്രമണത്തിന് ശേഷം അതിൻ്റെ സൂത്രധാരനെ പാകിസ്ഥാനിൽ പോയിട്ട് പൊക്കിക്കൊണ്ടുവരുന്നതാണ്. അയാളെ അറസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ തട്ടിക്കൊണ്ട് ഭാരതത്തിൽ എത്തിക്കുന്ന കഥയാണ്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസ് അത് ചെയ്യുന്നു എന്നാണ്. അന്ന് പലരും പരിഹസിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ സിനിമയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങളൊക്കെ അല്ലാതെ ഇത് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുകയാണ്. അവരിവിടെ ഇഷ്ടം പോലെ വന്ന് ചെയ്യാവുന്ന എല്ലാ ആക്രമണവും ദ്രോഹവും ചെയ്തിട്ട് തിരിച്ചു പോയാലും ഭാരതത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ആ 2015 ഇപ്പോൾ 2025 സ്ഥിതി എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ആക്രമണം നടത്തുന്ന തീവ്രവാദികളല്ല, പാകിസ്ഥാനിൽ വളരെ സുരക്ഷിതമായി ഇരിക്കുന്ന തീവ്രവാദികളും അവരുടെ നേതാക്കന്മാരുമാണ് ഭയക്കുന്നത്. ഇപ്പോൾ ഒരുത്തനെ ലാഹോറിലോ റാവൽപിണ്ടിയിലോ പുറത്ത് കാണാനില്ല, ഖൊട്ടയിലോ ഒരിടത്തും പുറത്ത് കാണാനില്ല, സിന്ധിലില്ല. ഇവരെല്ലാം ഒളിച്ചു താമസിക്കുകയാണ്. ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇവരെല്ലാം ഒളിച്ചു താമസിക്കുകയാണ്. കാരണം പുറത്തിറങ്ങിയാൽ എപ്പോഴാണ് വെടി വരുന്നതെന്ന് അറിയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു വലിയ റിഫ്ലക്ഷൻ നമുക്കിപ്പോൾ കാശ്മീരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് ലഷ്കർ ഇ തോയ്ബയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും തോയ്ബ എന്തുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഷ്കർ ഇ തോയ്ബയാണ് ഏറ്റവും സംഘടിതമായിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകര നെറ്റ്വർക്ക്. ഇപ്പോഴത്തെ വളരെ എന്താ പറയുക, അവർക്ക് 300 ഏക്കർ ഭൂമിയുള്ള ഒരു ആസ്ഥാനമുണ്ട്. പുറമേ അവർ വലിയ സർവീസ്, സോഷ്യൽ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്ന സംഘടനകളുണ്ട്. അങ്ങനെ ഒരു വലിയ സാമ്രാജ്യമാണ്. ഹാഫിസ് സയ്യിദ് സ്ഥാപിച്ചാണ് 1987. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ചോരപ്പുഴ ഒഴുക്കിയ തീവ്രവാദി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാൻ പറ്റും. അത് ഹാഫിസ് സയ്യിദിൻ്റെ ലഷ്കർ ഇ തോയ്ബയാണ്. ഈ ലഷ്കർ ഇ തോയ്ബയ്ക്കാണ് പാകിസ്ഥാൻ ISIയുടെ ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു പാരലൽ ഓർഗനൈസേഷനായിട്ട്, പാരലൽ ഗവൺമെൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടനയെ ഇങ്ങനെ ഓരോ ഇഷ്ടിക വെച്ച് ഇളക്കി നിലം പൊത്തിക്കുന്ന പരിപാടിയാണ് ആര് ചെയ്താലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബ ഭാരതത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, എത്രമാത്രം നഷ്ടമുണ്ടാക്കി എന്നറിയണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രധാനപ്പെട്ട ഭീകര പ്രവർത്തികളുടെ ഒരു ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഭാരതത്തിൽ കഴിഞ്ഞ 10-25 വർഷങ്ങൾക്കിടയിൽ നടന്ന മിക്കവാറും എല്ലാ തീവ്രവാദി ആക്രമണങ്ങളുടെ പിന്നിൽ ലഷ്കറാന്ന് കാണാൻ സാധിക്കും. ഞാൻ ഒരു ചെറിയ ലിസ്റ്റ് വായിക്കാം. 1998 വാധാമ എന്ന് പറയുന്ന സ്ഥലത്ത് 23 കാശ്മീരി ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. കൂട്ടക്കൊലയായിരുന്നു. ലഷ്കർ ഇ തോയ്ബയായിരുന്നു അതിൻ്റെ പിന്നിൽ. 2000 ദില്ലിയിലെ റെഡ് ഫോർട്ടിൽ നടന്ന ആക്രമണത്തിൻ്റെ പിന്നിലും ലഷ്കർ ഇ തോയ്ബയായിരുന്നു. 2001 ശ്രീനഗർ എയർപോർട്ടിൽ നടന്ന ആക്രമണത്തിൻ്റെ പിന്നിൽ ലഷ്കർ ഇ തോയ്ബയായിരുന്നു. 2002 കാലൂച്ചക് കൂട്ടക്കൊലപാതകം, അവിടെ കൊന്നത് 31 പേരെയാണ്. ഇനി 2003 മറ്റൊരു വലിയ കൊലപാതകം നടന്നു, കൂട്ടക്കൊലപാതകം നടന്നു. നന്ദിമാർഗിൽ 24 കാശ്മീരി പണ്ഡിറ്റുകളെയാണ് വെടിവെച്ചു കൊന്നത്. അതിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി 2005 ദില്ലിയിൽ നടന്ന ബോംബ് സ്ഫോടനം, 2006 വാരണാസിയിലെ, ഡോഡയിലെ, മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ, പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഷ്കറായിരുന്നു. ഇനി ഏറ്റവും വലിയത്, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ മുറിവ് നമുക്ക് സമ്മാനിച്ച 2008 മുംബൈ ഭീകരാക്രമണം, അതിൻ്റെ പിന്നിൽ ലഷ്കറായിരുന്നു. ഇനി 2020 ചിത്തിൻ സിംഗ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് 35 സിഖ്
വംശജരെ കൂട്ടക്കൊല ചെയ്തതും ലഷ്കർ-ഇ തോയ്ബയായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2020 എത്തിയപ്പോഴത്തേക്കാണ് ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ഭീകരതയ്ക്ക് അടിയേറ്റു തുടങ്ങി. പക്ഷേ എന്നിട്ടും അവർ ഈ കൂട്ടക്കൊലയിലും മറ്റു കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഭീകരമായിട്ട് ഭാരതത്തിന് നഷ്ടം വരുത്തിയ അല്ലെങ്കിൽ ഭാരതത്തിൽ ചോരപ്പുഴയെ ഒഴുക്കിയ ഒരു സംഘടനയാണ് ലഷ്കർ-ഇ തോയ്ബ. തീർച്ചയായും പ്രത്യേകിച്ചും ഈ കൊല്ലപ്പെടുന്ന ഭീകരന്മാരെല്ലാം തന്നെ മുംബൈ ഭീകരാക്രമണം പോലുള്ള പ്രധാനപ്പെട്ട ആക്രമണങ്ങളിലെല്ലാം പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആരാണ് ചെയ്യുന്നത് എന്ന് ഇനി ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും കാര്യങ്ങൾ എല്ലാം വ്യക്തമാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതൊരു വലിയ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ വന്ന ഭീകരാക്രമണം നടത്തിയ ആൾക്കാരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യൻ ചാരന്മാരാണ് എന്ന് പറഞ്ഞ് പിടിച്ച് ഉപദ്രവിച്ച് ഒരു പരുവമാക്കി. ഒരാൾ സർബ്ജീത് സിംഗ് കൊല്ലപ്പെട്ടു, പാകിസ്ഥാനിലെ ജയിലിൽ കൊല്ലപ്പെട്ടു. അത് പാകിസ്ഥാൻ ISI തന്നെ അയാളെ ടോർച്ചർ ചെയ്ത് അവസാനമായേക്കും അയാൾ മരിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു പാകിസ്ഥാനിലെ ജയിലിൽ തടവുകാർ തമ്മിലുള്ള സംഘടനത്തിൽ കൊല്ലപ്പെട്ടതാണെന്നാണ് സർബ്ജീത് സിംഗിൻ്റെ കാര്യം പറഞ്ഞ്. അദ്ദേഹം ഭാരതത്തിൻ്റെ നമ്മുടെ പൗരനാണ്, അവിടെ പാകിസ്ഥാനിൽ പെട്ടുപോയ ആളാണ്, വർഷങ്ങളോളം അവിടുത്തെ ജയിലിൽ നരകയാതന അനുഭവിച്ച ആളാണ്. ഒന്ന് അദ്ദേഹം. രണ്ട്, കുൽഭൂഷൺ യാദവ്. ഇപ്പം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട മുഫ്തി ഷാമീർ അയാളാണ് യഥാർത്ഥത്തിൽ ഈ കുൽഭൂഷൺ യാദവിനെ ഇറാനിൽ നിന്ന് തട്ടിയെടുത്ത് പാകിസ്ഥാൻ ISIയെ ഏൽപ്പിക്കുന്നത്. അയാളെ ആരും വെറുതെ വിട്ടില്ല, അയാൾ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഈ 2024 കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഒരു അധികം ആരും ശ്രദ്ധിക്കാത്ത പോയ ഒരു കേസാണ്. അമുദ് സർഫറാസ് എന്ന് പറയുന്ന വേറൊരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 2024 പാകിസ്ഥാനിൽ തന്നെ കൊല്ലപ്പെട്ടതാണ്. ഇയാളായിരുന്നു സർബ്ജീത് സിംഗിനെ തലക്കടിച്ചു കൊന്നത് പാകിസ്ഥാനിലെ ജയിലിൽ. അപ്പോൾ ആ ജയിലിൽ നടക്കുന്ന കാര്യത്തിൽ പോലും ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് അയാളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ അവിടെ ആളുണ്ട്, പാകിസ്ഥാനിൽ തന്നെ ആളുണ്ട്. പിന്നെ ഇവരെങ്ങനെ സമാധാനത്തോടെ പാകിസ്ഥാനി ഇരിക്കും? ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് പോയിട്ട് പാകിസ്ഥാനിൽ പോലും അവർക്ക് നേരെ ചൊവ്വേ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട, ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതും ഈ ഖത്തൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൊലപാതകം കൊണ്ടാണ്. അയാൾ ഹാഫിസ് സയ്യിദിൻ്റെ അനന്തരവനാണ്. അയാളുടെ ബോഡി ഗാർഡാണ്. അയാളുടെ വീട് ഹാഫിസ് സയ്യിദിൻ്റെ വീടിന് അടുത്ത് വെച്ചാണ് അയാളെ കൊല്ലപ്പെട്ടത്. 2019 ഇയാളെ കൊല്ലാൻ നേരത്തെയും ശ്രമം നടന്നിരുന്നു. അന്ന് ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ ഖത്തൽ എന്ന് പറയുന്ന ഈ വ്യക്തി, ഇയാൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. ഇയാൾ 2000 മുതൽ 2005 വരെ ജമ്മു കാശ്മീരിൽ താമസിച്ചുകൊണ്ട് ഭാരതത്തിനുള്ളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആളാണ്. ഇന്ന് അയാൾ പോയിട്ട് പരിശീലനം നടത്തിയ ഒരു തീവ്രവാദിക്ക് പോലും അങ്ങനെ ഭാരതത്തിൽ വന്ന് ഈ 5 വർഷമൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്ഥിതിഗതി അത്രയ്ക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്, ഇപ്പം കുമാർ ചോദിച്ച ഒരു കാര്യം, ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസീസ് ആണോ ആരാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം, പുൽവാമ ആക്രമണം 2019 അതാണ് ഈ കളി മാറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ കളി മാറ്റിയത്. 40 സൈനികരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, അർദ്ധ സൈനികരെ. അതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരൊക്കെയോ തീരുമാനമെടുത്തിട്ടുണ്ട്, എവിടെ ആയാലും വെറുതെ വിടില്ല എന്ന്. അതിൻ്റെ ഫലമായിരിക്കണം ഈ കാണുന്നത്. ഇതൊരു വലിയ ഓപ്പറേഷനായി ഇങ്ങനെ പോവുകയാണ്. എന്തായാലും ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് ലഷ്കറാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ലഷ്കർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിനൊരു ഭീഷണിയാണോ? ലഷ്കർ തീർച്ചയായിട്ടും ഭീഷണിയാണ്. ഹാഫിസ് സയ്യിദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലഷ്കർ ഒരു ഭീഷണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്താണ് ഇരിക്കുന്നത്. ഈ ലഷ്കർ വളരെ സംഘടിതമാണ്. അവർക്ക് ഡിസ്ട്രിക്ട് കമാൻഡേഴ്സ് ഉണ്ട്, അവർക്ക് കൃത്യമായ പവർ ഓഫ് കമാൻഡ് ഉണ്ട്, അവർക്ക് ട്രെയിനിങ്ങിന് സൗകര്യങ്ങളുണ്ട്, അവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരെ അമേരിക്ക, ബ്രിട്ടൻ, ഭാരതം ഉൾപ്പെടെ അവരെ തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ്. അമേരിക്ക അയാളുടെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണേലും അയാളെ പാകിസ്ഥാനാണ് സംരക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വാർത്തയനുസരിച്ച് പാകിസ്ഥാൻ ഹാഫിസ് സയ്യിദിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. പച്ചയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അയാളൊരു ഭീഷണിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ ഭീഷണിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അയാളെ ടാർഗറ്റ് ചെയ്യാതെ ഈ
ചുറ്റുമുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നത് അജ്ഞാതർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇയാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇയാളെ ലാസ്റ്റ് ടാർഗറ്റ് ആക്കുന്നതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ കൊല്ലപ്പെട്ടാൽ ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ഒരാൾ നേരെ ഇതിൻ്റെ തലപ്പത്തെത്തും. LTTEയുടെ പ്രവർത്തനത്തിന്, ലഷ്കറിൻ്റെ പ്രവർത്തനത്തിന് വലിയ കോട്ടം സംഭവിക്കില്ല. അപ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാമ്രാജ്യം തകരണം ആദ്യം, അതിനുശേഷം വേണം അതിൻ്റെ തലവനെ ടാർഗറ്റ് ചെയ്യാൻ. ആ ഒരു തന്ത്രമായിരിക്കാം. തീർച്ചയായിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ അവസ്ഥ അത് അതീവ പരിതാപകരമാണ്. സാമ്പത്തിക സ്ഥിതി മോശമാണ്. ബലൂചിസ്ഥാനിൽ നിന്നും വലിയ ഭീഷണി അവർ നേരിടുന്നുണ്ട്. തെഹ്രീക്ക് താലിബാൻ്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഭീകരവാദി ആക്രമണങ്ങളാൽ ആ രാഷ്ട്രം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഈ ലഷ്കർ ഇ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളെ ബാധിക്കില്ലേ? ഇല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഇതോടെ പാകിസ്ഥാൻ തീർന്നു, പാകിസ്ഥാൻ ഇല്ലാതായെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് സംഭവിക്കുക. ഇപ്പം ISI ടെറർ നെറ്റ്വർക്ക് വളരെ ശക്തമാണ്. അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാൻ ഫൈറ്റ് ചെയ്യുന്നത് തെഹ്രീക്ക് താലിബാനോടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അതൊരു സംഘടനയൊന്നും അല്ല കേട്ടോ, അതൊരു മുന്നണിയാണ്. അവിടെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന 2-3 സംഘടനകൾ ചേർന്നാണ് BLA ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരോടൊക്കെ ഇവർ ഫൈറ്റ് ചെയ്യുമ്പോഴും മറുവശത്ത് പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പാണത്, തീവ്രവാദി സംഘടനകളെ സഹായിക്കുകയാണ്. ഇത് അമേരിക്കയെ പോലും ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയോ അമേരിക്കയെ കൊണ്ട് ഇവർ സമ്മതിപ്പിക്കുകയോ ചെയ്താണ് ഗുഡ് താലിബാൻ, ബാഡ് താലിബാൻ. ഈ ബാഡ് താലിബാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അനുകൂലം പക്ഷേ ഭാരതത്തിനെതിരായിട്ടുള്ള താലിബാനാണ്. അപ്പോൾ ഈ ഒരു തരത്തിലൊരു വേർതിരിവ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ഇവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ മറുവശത്ത് ലഷ്കർ ഇ തോയ്ബയെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള സംഘടനകളെ സഹായിക്കുന്ന ഒരു സംവിധാനം ISIയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് വലിയ ബന്ധമില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒരു അനാർക്കിയിലേക്ക്, ഒരു അരാജകത്വത്തിലേക്ക് ആ രാജ്യം തകർന്നു വീഴണം. അങ്ങനെയുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല. എന്തായാലും രാജ്യത്തിന് ഭീഷണിയായിരുന്ന ഭീകര സംഘടനകൾ, ഈ ഭീകര സംഘടനകളെ ഇപ്പോൾ എന്തായാലും രാജ്യത്ത് അത്ര വലിയ സ്വാധീനമില്ല എന്ന് തന്നെ പറയണം. ജമ്മു കാശ്മീർ അവരുടെ പ്രവർത്തന മേഖലയായിരുന്നു, അവിടെ നിന്നും അവർ പുറത്തായിരിക്കുന്നു ഏതാണ്ട്. പക്ഷേ രാജ്യത്തിനകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവരെ എവിടെയായാലും അവരെ പിന്തുടർന്ന് കൊല്ലുക എന്ന നയം ഇന്ത്യ നടപ്പാക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അജ്ഞാതൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഒരു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുള്ള ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ അജിത് ദോവലിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഡിഫെൻസീവ് ഒഫൻസ് എന്നാണ് പറയുന്നത്. പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആക്രമണം. അത് വേണ്ടി വന്നാൽ വേണ്ടി വരുന്നിടത്ത് അത് പ്രയോഗിച്ചേ മതിയാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രിയംറ്റീവ് അറ്റാക്കും കൂടാണ്. ഇവർക്ക് ഭാരതത്തിനുള്ളിൽ കടന്ന് ഇവർ വേണ്ട രീതിയിൽ, അവർക്ക് തോന്നുന്ന രീതിയിൽ ഭീകരാക്രമണം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം ഇനിയും തിരിച്ചു വരാൻ പാടില്ല. അതിനുള്ള ശക്തിയും കെൽപ്പും LTTE ഉൾപ്പെടെയുള്ള ഒരൊറ്റ ഇസ്ലാമിക തീവ്രവാദി സംഘടനയ്ക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം ആരൊക്കെയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും
സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.